നമുക്ക് പുട്ടുണ്ടാക്കി നോക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്, അതും റവ വെച്ചിട്ട്. രണ്ട് ടൈപ്പിലുള്ള റവ പുട്ടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് സാധാ റവ വെച്ചിട്ടും അതുപോലെ തന്നെ സൂചി ഗോതമ്പിൻ്റെ റവ വെച്ചിട്ടും. അപ്പോൾ രണ്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഉപകാരപ്പെടുന്ന തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒരു കപ്പ് വറക്കാത്ത റവ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടയിൽ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ച് കളർ മാറുന്ന വരെ ഒന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിൽ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ആ ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാനിതിലേക്ക് നാളികേരം ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1-1.25 ടേബിൾ സ്പൂൺ തന്നെ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നനച്ച് കൊടുക്കുമ്പോൾ നാളികേരം ചേർത്ത് കൊടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 1/2 കപ്പ് വെള്ളമാണ് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമൊക്കെയാണ് ആവശ്യം വരുള്ളൂ. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് വേണം നനച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റവ ചൂടുള്ള കാരണമാണ് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ റവ നിങ്ങൾ ഓൾറെഡി വറുത്തെടുത്തത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ അപ്പോൾ ചെറിയൊരു ചൂടുള്ള വെള്ളം വെച്ചിട്ട് ഇത് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാ പുട്ടുപൊടിക്ക് നനയ്ക്കുന്ന പോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ട കുത്താണ്ട് നനച്ചെടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ നനച്ചെടുക്കുന്ന ഒരു ടൈമിൽ വെള്ളം നനവ് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ റവ വലിച്ചെടുത്തിട്ടുണ്ടാവും. അതിനുശേഷം പുട്ടുണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റവയൊക്കെ നനച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് സൂചി ഗോതമ്പിൻ്റെ റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാനിലിട്ടിട്ട് ചെറിയ ചൂടോടെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ടിട്ട് ഒരു കയ്യിൽ വെച്ച് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. അപ്പം നാളികേരം ഞാൻ മുഴുവനും നാളികേരമായിരുന്നു. അപ്പോൾ ചതച്ചെടുക്കുകയാണ് ചെയ്തത് മിക്സിയിൽ. നാളികേരം ചതച്ചെടുക്കുമ്പോൾ ഇതുപോലത്തെ അതിൻ്റെ ബാക്കിലത്തെ കളറില്ലേ അതൊന്ന് മാറ്റി കളഞ്ഞിട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ അത് മാറ്റാണ്ട് ചതച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കളറായിട്ടാണ് കേട്ടോ കിട്ടുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ആയിട്ടാണ് പറ്റി. പൾസ് ബട്ടണിലിട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം ഓഫാക്കി ഓണാക്കി എടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ തേങ്ങ ചിരകിയെടുത്ത പോലെ തന്നെ കിട്ടും. ഇപ്പോൾ പുറത്തുള്ളവർക്കൊക്കെ എല്ലാവരുടെ വീട്ടിലും നാളികേരം ഇപ്പോൾ ചിരകിയെടുക്കാൻ വേണ്ടിയിട്ട് ചിരവി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്രാവശ്യം ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മോഡ് എടുത്തിട്ട് അതിലേക്ക് കോക്കനട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ താഴത്തെ ലെയറിൽ കോക്കനട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നനച്ചെടുത്തിട്ടുള്ള പുട്ടുംപൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. പുട്ടുണ്ടാക്കിയെടുക്കുന്ന കലത്തിൽ വെള്ളം ഒരു 1/4 to 1/2 ഭാഗം വെച്ചിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് നന്നായിട്ട് ആവി വന്നു തുടങ്ങുന്ന ഒരു ടൈമിലാണ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പുട്ടും കുറ്റി വെച്ച് കൊടുക്കുന്നത്. സൂചി ഗോതമ്പിൻ്റെ റവ ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും പൊടിയും നേരത്തെ ചേർത്ത് കൊടുത്ത പോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നാളികേരം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ചൂടില്ലാത്ത വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ റവ ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ റവ ചൂടില്ലാത്ത സമയത്ത് ചൂടുള്ള വെള്ളം. അപ്പോൾ ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതാണ് 2 മെത്തേഡും കാണിച്ചത്. അപ്പോൾ രണ്ടിനും ഈ 2 മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൈ വെച്ച് നനയ്ക്കുമ്പോൾ ചൂട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിലും നനച്ചെടുക്കാം. അപ്പോൾ പുട്ടുപൊടി ഇവിടെ നനച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കൊരു ലോ ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് കുക്കാകുമ്പോഴേക്കും നമ്മുടെ പുട്ട് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമ്മുടെ പുട്ടും കുറ്റി എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ റവ പുട്ട് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ചില്ലൊന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് ഈ പുട്ട്. അടുത്ത പുട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതേ മോൾഡിൽ തന്നെ കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നനച്ചെടുത്തിട്ടുള്ള സൂചി ഗോതമ്പിൻ്റെ റവയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം
നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അടുത്ത പുട്ടും റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. റവ വെച്ചിട്ടുള്ള 2 പുട്ടും ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുള്ള പുട്ടാണ്. അപ്പോൾ ഓൾറെഡി പല ടൈപ്പിലുള്ള പുട്ടുകൾ ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ലിങ്ക് താഴെയും അതുപോലെ തന്നെ മുകളിലും കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ പോയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.